നമുക്ക് അടുത്തത് തൃശൂർ ജില്ലയിലെ കുന്നംകുളം. AC മൊയ്തീനാണ് കുന്നംകുളത്തിന്റെ MLA. വളരെ പരിണിതപ്രജ്ഞനായ CPM നേതാവ് AC മൊയ്തീന് മാർക്ക് എത്ര? 69%. 69.4. മികച്ച മാർക്കുകളാണ്. ഒരു വിവാദവും ബാധിച്ചിട്ടില്ല. 70% മാർക്ക് 70% അടുത്ത് വന്നു. അതായത് വെരി ഗുഡ് പെർഫോമൻസ്. അതെ, ഇഡിയുടെ ചോദ്യം ചെയ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നന്നായി മണ്ഡലം ശ്രദ്ധിക്കും. നമുക്ക് ബാധിച്ചിട്ടില്ല. മണ്ഡലം ശ്രദ്ധിക്കും അദ്ദേഹം. AC മൊയ്തീൻ എന്ന് മാത്രമല്ല, നല്ല വിന്നബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. വടക്കാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കലി LDF-നെ മന്ത്രി ആയിരിക്കെ. അതുകൊണ്ട് AC മൊയ്തീനെ സംബന്ധിച്ച് അവിടെ ആശങ്കപ്പെടാനൊന്നുമില്ല. ഇനി നമുക്ക് കുന്നംകുളം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഒന്ന് പരിശോധിക്കാം. കുന്നംകുളത്ത് മാറ്റമുണ്ടോ എന്നുള്ളതാണ്. മാറ്റമില്ല. 47% LDF, 36% UDF, NDA 16.54%. 47.21% വോട്ടുകളുമായി LDF-ന് മികച്ച ലീഡ്. 10% മുകളിലുള്ള മേൽക്കൈ LDF-ന് കുന്നംകുളത്തുണ്ട്. അത് എനിക്ക് തൃശ്ശൂര് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാകാം. ഇപ്പൊ മണലൂര് അല്ലെങ്കിൽ തൃശ്ശൂര്, ഒല്ലൂരൊക്കെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഇടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. കുന്നംകുളത്ത് അങ്ങനെ ഒരു സാധ്യതകൾ ആരും പോയി നിൽക്കുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അവിടെ LDF-ന്റെ ഒരു മണ്ഡലമാണ്. അത് തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ആന്റി ഇൻകംബൻസി MLA-ക്കെതിരെ ഉണ്ടാവുന്നില്ല, സർക്കാരിനെതിരെയും അല്ലെങ്കിൽ മുന്നണിക്കെതിരെ ഉണ്ടാവാത്ത ഒരു സാഹചര്യം. ഒരു കംഫർട്ടബിൾ മാർജിനിൽ അവിടെ ജയിച്ചു ഒരാളെ എം സ്വരാജിനെ പോലുള്ളവരെ പരിഗണിക്കുന്ന മണ്ഡലം, നമ്മൾ വാർത്തകളിൽ കേൾക്കുന്ന പോലെ പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. എന്തായാലും എനിക്കൊന്ന് AC മൊയ്തീൻ തന്നെ വീണ്ടും മത്സരിക്കും. ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് സൂചന. എം സ്വരാജ് എന്തായാലും എവിടെയും മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ പേരുകളിലും അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊന്നും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും മണ്ഡലവുമായി ബന്ധപ്പെടുത്തി വരുന്നുമില്ല.